അവർക്ക് ഉണ്ടായിട്ടുണ്ട്. क्योंकि ऐसे अनुभव से होकर गुजरे हैं. मेरे माता पिता ने इतना तक बोला कि प्रभु अगर ये मुड़कर तेरे पास नहीं आया तो तुम उसको ऊपर उठा लेना. ഏതെങ്കിലും പഠിച്ച ഫീൽഡെല്ലാം പഠിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ +2 കഴിഞ്ഞു, ഓട്ടോമൊബൈൽ ഡിപ്ലോമ എടുത്തു, ഇതെല്ലാം ചെയ്തു. അതൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുമ്പോഴും മറുഭാഗത്ത് ലൈഫ് ഫെയിലിയർ ആയിരുന്നു. क्योंकि मैंने +2 पास किया, ऑटोमोबाइल का डिप्लोमा लिया और ये सब एक जगह पे चल रहे, तो भी मेरा जीवन बिल्कुल अंधकार में था. അപ്പോഴും ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ മീറ്റിങ്ങിലൊക്കെ പോയിരിക്കുമ്പോൾ വരുന്ന ദൈവദാസന്മാർ പറയും, ബ്രദറെ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ആളാണ്, നിങ്ങൾ ഈ വചനം എടുത്ത് പ്രസംഗിക്കേണ്ടതാണ്. क्योंकि जब भी मैं कोई भी मीटिंग में जाके बैठेंगे, जो भी प्रभु के दास आते हैं वो इस प्रकार से बोलते हैं कि प्रभु के दास बोलते हैं कि भाई तू प्रभु की सेवकाई के लिए चुने हुए व्यक्ति है, आपको खुदा के वचन को उठाने के लिए खुदा ने नियुक्त किया हुआ एक व्यक्ति है. ഇത് കേൾക്കുമ്പോൾ വലിയ ദേഷ്യം അങ്ങ് വരും. ये जब सुनते ना मुझे बहुत गुस्सा आता है. കാരണം ഇത് ഉയർത്താനോ ഇത് പ്രസംഗിക്കാനോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. क्योंकि इसको उठाना, इस वचन को प्रचार करना या पादरी बनना मुझे पसंद ही नहीं था. പക്ഷെ ഞങ്ങൾ കൊച്ചുമക്കൾ ഒത്തിരി പേരുണ്ട്, ഞങ്ങൾ ഒരുപാട് എണ്ണസംഖ്യകളുണ്ട്, വലിയൊരു കുടുംബമാണ്. क्योंकि हमारे घर में बहुत लोग हैं. എന്നെക്കാട്ടും മിടുക്കരായിട്ടുള്ള കൊച്ചുമക്കളൊക്കെ ഉണ്ട്. मेरे से भी अच्छे पढ़े लिखे लोग और भी പക്ഷേ हैं. ഏറ്റവും ഉഴപ്പനായ എന്റെ മുകളിൽ ഒരു അഭിഷേകം വീണു. बट सबसे बड़ा बदमाश मेरे ऊपर एक अभिषेक है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ദൈവിക സന്ദർശനം, വിളി, അഭിഷേകം നമ്മുടെ മേൽ വീണാൽ നമ്മളെ ആള് മാറ്റിക്കളയും. अगर मैं एक बात आपसे कहूं, अगर परमेश्वर की अभिषेक, उसकी बुलाहट आपके ऊपर गिरे तो आपको एक बदलाव व्यक्ति के समान प्रभु तुझे खड़ा करेगा. ഇന്ന് ആ കുടുംബത്തിലുള്ളവരെല്ലാം നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ഫാമിലികളും അതുപോലെ ആ ഒരു സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് ഇന്ന് ദൈവം അങ്ങനെ നിർത്തിയിരിക്കുന്നത്. क्योंकि मैं इतना सब कुछ होने के बाद भी आज मेरे परिवार की हर व्यक्ति मेरा इंतजार करते हैं मुझसे प्रार्थना कराने के लिए और मेरी बातों को सुनने के लिए. എനിക്ക് അത്ര ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, തലമുറയായി കൈമാറി വരുന്ന ഒരു അഭിഷേകത്തിന്റെ തലമാണ് എന്റെ മുകളിൽ വെളിപ്പെട്ടു വന്നത്. क्योंकि मुझे एक बात समझ में आ गया, पीढ़ियों से चले आने वाले एक अभिषेक है जो मेरे ऊपर जो प्रकट हुआ. ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിൽ, ഒരുപാട് കഷ്ടതകളുടെ നടുവിൽ, വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാ. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈ വചനത്തെ എടുക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഒരു പോർട്ടൽ അവിടെ തുറക്കപ്പെടുകയായിരുന്നു. क्योंकि जब भी हम परेशानी से, तकलीफों से होकर गुजरे हुए एक परिवार है, बट मेरे जो दादा का जो पिता ने जब ये खुदा के वचन को लिया, वहां पर एक द्वार खुल गया. പക്ഷേ തലമുറയായി അത് കർത്താവ് കൈമാറി ഇന്നത് എന്റെ മേൽ വന്ന് കിടക്കുകയാണ്. क्योंकि वो पीढ़ी से पीढ़ी ये अभी मेरे पास ये अभिषेक आ चुका है. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഒരു സന്ദേശം കൈമാറാം. ഈ പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം മാനിച്ചിരിക്കും. मैं एक बात आपको बता दूं, अगर आपने इस काला किताब को अगर लिया है, आपका जीवन प्रभु बदल कर रख देगा. ഈ വചനത്തെ ചുമന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും. अगर इस पुस्तक को आपने लिया है तो प्रभु आपको ऊपर उठाएगा. ഹല്ലേലൂയ. हालेलुया. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ആശാരി ഉപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശിയുണ്ട്. कि हमारे उधर ये को प्रचार करने वाले व्यक्ति था, उसका नाम था आचार्य उपदेश. ഭയങ്കര നമ്മുടെ ബൈബിളിനകത്ത് വായിക്കുന്ന ഒരു ഏലിയാവിനെ പോലെ ഭയങ്കര സ്പിരിറ്റിലൊക്കെ നിന്ന് ശുശ്രൂഷിക്കുന്ന ആളാണ്. वो एलिया के समान बहुत ही आत्मा में भरकर सेवकाई करने वाला एक व्यक्ति था. ഒരു സാധ്യതയില്ലാത്തടത്തു നിന്നാണ് ദൈവം ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വന്നത്. क्योंकि कुछ स्थिति में से प्रभु ने उसको लेकर आया है कि उसके जीवन में बोलने के लिए कुछ था ही नहीं. അദ്ദേഹത്തിന്റെ ഏരിയയിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോലും പോകാൻ പറ്റാതെ തന്റേതായ ആ ഗ്രാമത്തിൽ കിടന്ന് വട്ടം കറങ്ങിയ ആളാണ് ആശാരി ഉപദേശി. क्योंकि वो कहीं बाहर जा ही नहीं सकता, वो अपनी जगह पर बस छोटे मीटिंग्स करके वो बस आगे बढ़ रहे थे. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് അദ്ദേഹം കർത്താവിന്റെ വചനവുമായി അമേരിക്കയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെയാ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ആ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഈ ബൈബിള് തലയിൽ ചുമ്മിക്കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. मैंने ऐसा सुना, जब बहुत साल के बाद उस व्यक्ति को जब अमेरिका जाने का मौका मिला, जब बाइबल को लेकर जो वो फ्लाइट से उतर रहे थे, बाइबल को सिर पर उठाकर वो चल रहे थे. കണ്ടുന്നവർക്കെല്ലാം ഒരു ചിരിയും നാണക്കേടും പോലൊക്കെ ചിലപ്പോൾ ഇത് കാണിക്കുമ്പോൾ തോന്നിക്കണ്ടേക്കാം. पर उनको बुलाने के लिए जो आया लोग हैं, उनको तो ऐसा लगता है कि उनको शर्म आ रहा था कि ये व्यक्ति ऐसे क्यों कर रहा है. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയ്ക്കകത്തൊന്നും ഈ വചനമാണ് എന്നെ ഈ രാജ്യത്ത് എത്തിച്ചത്. उसने कहा, जो मेरे पास कुछ था ही नहीं, उस जगह पर मुझे अगर इस अमेरिका में अगर पहुंचाया, वो इस वचन के कारण. ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയുന്നു, इसलिए
मैं आज रात को आपको बता दूं, ഇതെടുത്താൽ നീ ഉയർത്തപ്പെട്ടിരിക്കും. अगर आपने इस पुस्तक को लिया है तो आप कभी भी नीचे नहीं जाएगा. നിന്റെ തലമുറ ഉയർന്നിരിക്കും.